മലയോരവാണി, നാട്ടിലെ നല്ല വർത്തമാനം. മലയോരവാണി റേഡിയോ ഓൺലൈൻ. ഇന്ന് 2020 ഒക്ടോബർ 14 ബുധനാഴ്ച. ഇപ്പോൾ സമയം 19 മണി കഴിഞ്ഞ് 1 മിനിറ്റും 9 സെക്കൻഡും. നാട്ടുവാർത്തകൾ വായിക്കുന്നത് ജെയിംസ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് നീങ്ങിയതോടെ ചെറുപുഴ പഞ്ചായത്തിലും മുന്നണി മാറ്റത്തിന് കളമൊരുങ്ങി. UDF-നൊപ്പം നിന്ന് നേടിയ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസിലെ ഡെന്നി കാവാലം രാജിവെച്ചു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കേരള കോൺഗ്രസിന്റെ ഈ നീക്കം ചെറുപുഴ പഞ്ചായത്തിൽ വലിയ പ്രതിഫലനം സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത്. ആലപ്പടമ്പ, പെരിങ്ങോം, പെരുന്തട്ട, വയക്കര, വെള്ളോറ, കുറ്റൂർ വില്ലേജുകളിലെ അവശേഷിക്കുന്ന ഭൂപ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂസംരക്ഷണ സമിതി പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം അവസാനിപ്പിച്ചു. സി കൃഷ്ണൻ MLA, ഡെപ്യൂട്ടി കലക്ടർ, തഹസീൽദാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയം കേരള കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ആദായനികുതി നൽകാത്ത 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ വീതം പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കർഷക ധർണ നടത്തി. പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നടത്തിയ ധർണ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോസഫ് മുള്ളമ്മട ഉദ്ഘാടനം ചെയ്തു. ജോയി ജോസഫ് അധ്യക്ഷനായി. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വാടകയ്ക്കെടുത്ത് കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാരികളുടെ വാടക 50% കുറവ് ചെയ്യാൻ കെട്ടിട ഉടമകൾ തയ്യാറാകണമെന്ന് കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ പാടിയോട്ടുചാൽ യൂണിറ്റ് ആവശ്യപ്പെട്ടു. കെ രാമകൃഷ്ണൻ, VC സന്തോഷ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ 15-ന് വ്യാഴാഴ്ച നടത്താനിരുന്ന പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ മാറ്റിവെച്ചതായി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അറിയിച്ചു. ഈസ്റ്റ്ലേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ ചെറുപുഴ അരിയിരുത്തിയിലെ പള്ളത്തുകുഴിയിൽ ജിജി അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം 15-ന് വ്യാഴാഴ്ച രാവിലെ 9-ന് കണ്ണുവയൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. പ്രാപ്പോയിൽ പാറോത്തുനീരിലെ മഴുക്കാവിൽ രാജപ്പന്റെ ഭാര്യ കുട്ടിയമ്മ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. മലയോരവാണി, നാട്ടിലെ നല്ല വർത്തമാനം.